കണ്ടോ, വീട്ടിലുണ്ടായ നല്ലൊരു ചേന എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഈ നമ്മുടെ നാടൻ പച്ചക്കറികൾക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കാണും. അപ്പോൾ ഈ നാടൻ ചേന വെച്ചിട്ട് കുറേ ഡിഷസ് നമുക്ക് ഉണ്ടാക്കാം. അതിൽ 1-2 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായതായതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് തോരൻ ഉണ്ടാക്കാം, വറുത്തരച്ച കറി ഉണ്ടാക്കാം, കുറേ റെസിപ്പീസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു തോരൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വലിയ ചേന ഇപ്പം 4-5 പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിൽ ഓരോ കഷ്ണം ഓരോന്നിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ചേനത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പ്, ആ ചേനത്തോരൻ്റെ കൂടെ ഇടയ്ക്ക് ആ ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ കടിക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ആ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വഴറ്റാനായിട്ട് അടുപ്പത്തോട്ട് ഇടാം. ലൈറ്റ് ഒന്ന് ബ്രൗൺ ആയാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ചുവന്നുള്ളിയൊക്കെ മൂത്ത് വരുമ്പം ഈ ഉഴുന്ന് പരിപ്പും അങ്ങ് ഫ്രൈ ആയിക്കോളും. അല്ലെങ്കിൽ അത് നന്നായിട്ട് ബ്രൗൺ ആക്കിയാൽ അതങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പകുതി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ അതേ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം ഒന്ന് വാടി വരുന്നുണ്ട്. അതിനകത്തോട്ട് തേങ്ങ, ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് ഒതുക്കിയെടുത്തതും കൂടെ ആഡ് ചെയ്യാം. അതും കൂടെ അതിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് അതൊന്ന് വാടി വരണം. എന്നിട്ട് വേണം നമുക്ക് ചേന ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ചേന കുറച്ച് വേവുള്ള ചേനയാണെങ്കിൽ അതിനെ പറ്റിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് എളുപ്പം വേവുന്ന ചേനയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ചേന ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കതിനെ വേവിച്ച് എടുക്കാം. ഇപ്പോൾ ചേനയും കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ആഹാ, എന്താ നല്ല ഭംഗി, നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ ഒരു തോരൻ നിങ്ങളിൽ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ചേനത്തോരൻ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വരും. ഒരു 1/4 കപ്പ് വെള്ളം, അതായത് ചേന വേവാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിനെ മൂടി വെച്ച് തട്ടിപ്പൊത്തി. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തീ ഒന്ന് കുറയ്ക്കണം. മീഡിയം തീയിലിട്ടിട്ട് വേണം ഈ ചേനയെ വേവിച്ചെടുക്കാൻ. എന്നിട്ട് ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഒരു അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും. നമുക്ക് ചേന എളുപ്പത്തിൽ വേവിച്ചെടുക്കാം. കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. കണ്ടോ, അതിങ്ങനെ വെന്ത് വരുന്നതേ ഉള്ളൂ. കുറച്ച് നേരം കൂടെ എടുക്കും. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എന്നാലും ഒരു 2-3 മിനിറ്റ്സും കൂടെ വേണം ചേന ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഞാൻ തുറന്ന് നോക്കി. കണ്ടോ, നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നിരത്തിയിടാം. ഇപ്പോൾ അതായത് ചേന വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നിരത്തിയിട്ടിട്ട് ഞാൻ സെർവ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം.